ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരിച്ചറിയാൻ എങ്ങനെയാണ് സാധിക്കുക, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കുറേ നാളെ ഫ്യൂച്ചർ സ്പൗസ് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു റീഡിങ്സും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ പങ്കാളി. ഓക്കെ, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോ എന്നത്തെയും പോലെ 3 ചാംസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1-ന്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ന്റെ റീഡിംഗിലേക്ക് കിടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. ഓക്കെ, ആ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സൂചനകളാണ്, അതായത് ഏത് തരത്തിലുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുക, ആ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നതിനെ സംബന്ധിച്ച്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന്റെ ജീവിത പങ്കാളിയെ അവർ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു ടൈം, ഓക്കെ, അതാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഡിവൈൻ ടൈമിംഗ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ മീറ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്, പക്ഷെ അതിന് മുൻപായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. പിന്നെ ആ കാര്യങ്ങൾ സംഭവിക്കുന്ന രീതി, നിങ്ങളുടെ കൂടിക്കാഴ്ചയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റിലെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ സൂചന. ഓക്കെ, പിന്നെ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു വാംത്ത് ഉണ്ട്. അത് വളരെ തുടക്കത്തിൽ തന്നെ ആ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്ക് ആ ഒരു വാംത്ത് ഫീൽ ചെയ്യും അവരുമായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഒരു സൈൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ വ്യക്തിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ഇന്ന സൈൻ കാണണം, ഇന്ന ഏഞ്ചൽ നമ്പേഴ്സ് കാണണം എന്നൊക്കെ നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആ സ്ട്രോങ് നിങ്ങളുടെ എന്താ പറയാ ആ ഒരു ഹാർട്ട് ചക്രയല്ല, ക്രൗൺ ചക്ര. ഓക്കെ, കാരണം എനിക്ക് വിഷൻ കിട്ടുന്ന ക്രൗൺ ചക്രയുടെയാണ്. ക്രൗൺ ചക്രയുടെ ഒരു വൈബ്രേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും അവരുടെ പ്രസൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ്, അതായത് നിങ്ങൾ റിയലൈസ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഇതാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടാണ് ആ കണ്ടുമുട്ടുന്ന സാഹചര്യം ആയിക്കോട്ടെ, പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വാംത്ത് ഉണ്ട്. വളരെ ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ആ ഒരു വാംത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങൾക്ക് ഒറ്റൊരാളെ പറഞ്ഞ് അറിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് 100% ഷുവർ ആണ്, കാരണം നിങ്ങൾക്ക് അങ്ങനെയാണ് സയൻസ് കിട്ടുന്നത്. ഓക്കെ, അതിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഡെഫിനറ്റ്ലി അതൊരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രീതിയിലാണ്, വളരെ പെട്ടെന്നാണ്. അത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ എന്താ പറയാ കാത്തിരുന്ന് പെട്ടെന്ന് ഒരു ദിവസം. ഓക്കെ, അപ്പൊ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആ തയ്യാറെടുപ്പ് നടത്തണം, ഈ തയ്യാറെടുപ്പ് നടത്തണം എന്നൊക്കെ ഉണ്ടാവും ഉള്ളില്, ആ വ്യക്തി വരുന്നതിന് മുൻപ് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ ആ തയ്യാറെടുപ്പ് നടത്താനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടുന്നതായിട്ട് കാണില്ല. ഓക്കെ, ആ ഒരു തയ്യാറെടുപ്പ് നടത്തലൊന്നുമില്ല. കാരണം ആ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നതിന് മുന്നേ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പിന്നെ ഇവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർ വളരെ നാച്ചുറലി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയാണ്. അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ. ആ ഒരു പൊസസീവ്നെസ് അല്ല, നിങ്ങളെപ്പോഴും സെക്യൂർ ആയിരിക്കണം എന്നുള്ളത് അവർക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും. അത് വളരെ നാച്ചുറൽ ആണ്, സ്വാഭാവികമായിട്ട്. അല്ലാണ്ട് അവർ അതിനായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടലല്ല. അവരിങ്ങനെ എപ്പോഴും എന്താ പറയാ, അവരുടെ ഒരു ബിഹേവിയറിൽ ഇപ്പം നിങ്ങൾ എങ്ങടെയും പോകുന്നുണ്ടെങ്കിൽ അവർ വളരെ അത് കൃത്യമായിട്ട് നിങ്ങൾ എത്തിയോ, സമയത്ത് എത്തിയോ, എപ്പോൾ എവിടെയാണ്, എന്താ പറയാ, സൂക്ഷിക്കണം, അങ്ങനെ എല്ലാ വേണ്ടുന്ന സജഷൻസ് തരിക, അഡ്വൈസസ് തരിക, പറ്റുമെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരിക, അങ്ങനെ. മനസ്സിലായോ? അതായത് അത് അവരതിനു വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കല്ല. അത് അവരെ സംബന്ധിച്ചത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു 2 ചോയ്സ്, അതായത് 2 ഓപ്ഷൻസ്, 2 പാത്ത്, ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കും വേണ്ടുന്ന ക്ലാരിറ്റി, നിങ്ങൾക്ക് വേണ്ടുന്ന വിസ്ഡം എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് അവിടെ ശരിയായ തീരുമാനം എടുക്കാൻ, ശരിയായ പാത ചൂസ് ചെയ്യാൻ, ശരിയായ ചോയ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരിയായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു വിസ്ഡം, ആ ഒരു അറിവ്, ഓക്കെ, ആ സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് തരുന്നത്, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നത് ഈ വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുകയാണ്. അവരാണ് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി തരുന്നത്. ഓക്കെ, അത് വളരെ എളുപ്പത്തിൽ തന്നെ അവർ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവണം, ഓക്കെ, ഞാൻ ഇതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് ഞാൻ തീരുമാനിക്കേണ്ടത്, ഇന്ന ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഇന്ന പാതയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ വളരെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ, ഓക്കെ, അത്രയും കൺഫ്യൂസ്ഡ് ആയി നിന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ലൊരു തീരുമാനം, ഏറ്റവും നല്ലൊരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ആ ഒരു മൊമെന്റിൽ. അതിന് നിങ്ങളെ സഹായിക്കുന്നത് ഇവർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വിട്ടുപോയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഒക്കെ കൃത്യമായി പറഞ്ഞു തന്ന്, അങ്ങനെ നിങ്ങളെ ആ ഒരു നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ഏതെടുത്താലാണ് നിങ്ങൾ ഹാപ്പി ആകുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ തരുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ കൺഫ്യൂഷൻ വന്നാലും ഇവരാണ് ആ കൺഫ്യൂഷൻ സോൾവ് ചെയ്ത് തരുന്നത്. അതും ആ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ. ഓക്കെ, അവരത് സോൾവ് ചെയ്യും, നിങ്ങൾക്കുള്ള എല്ലാ കൺഫ്യൂഷൻസും ഇല്യൂഷൻസും ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി എല്ലാം നൽകി, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നൽകി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനം എടുക്കുന്നു എന്നല്ല, അവരാണ് നിങ്ങൾക്ക് ആ വേണ്ടുന്ന ക്ലാരിറ്റി തരുന്നത്. തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്, പക്ഷെ ആ ഒരു എന്താ പറയാ, തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്, പ്രാപ്തയാക്കുന്നത് അല്ലെങ്കിൽ പ്രാപ്തരാക്കുന്നത് ഈ വ്യക്തിയാണ്. അത് അറിഞ്ഞോ അറിയാതെ അവർ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് ക്ഷമ. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വളരെയധികം ക്ഷമയായിരിക്കും, വളരെ ക്ഷമയുണ്ടാവും. അതായത് അവരിങ്ങനെ എന്താ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ ഒരു അക്ഷമരാകുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി എത്ര നേരം കാത്തിരിക്കാനും എത്ര നേരം നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും അവരൊക്കെയാണ്. അവർക്ക് അത്രയും പേഷ്യൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ചിലപ്പോൾ അവർ പൊതുവേ പേഷ്യൻസ് കാണിക്കുന്ന ഒരാളായിരിക്കില്ല, പക്ഷെ നിങ്ങൾ എന്നൊരു വ്യക്തി വരുമ്പോൾ, നിങ്ങളുടെ കാര്യമാകുമ്പോൾ അവർക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ പേഷ്യൻസും അവർക്കുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു സെയിം ലെവൽ എനർജി, ചിന്തിക്കുന്ന രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ പ്രിൻസിപ്പിൾസ്, ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ്, ഇതെല്ലാം കാഴ്ചപ്പാടുകൾ, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ലോകത്തെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി, അതിലൊക്കെ ഒരുപാട് ഒരു കണക്ഷൻ, ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരേ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയില്ല, ആ ഒരു ലെവൽ ആണ് നിങ്ങൾക്ക് അവരുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയാണ്. അവിടെ ഒരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഒന്നും അവർ തരണ്ട. ഓക്കെ, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്, അതൊന്നും തരണ്ട, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ, ആ ഒരു അലൈൻമെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയാണ്.
ഏസ് ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഇവരൊരു പുതിയ വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ പാസ്റ്റ് ലവർ അതൊന്നുമല്ല. ഓക്കെ, ഈ വ്യക്തിയെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് കാണുന്നത്. ഓക്കെ, അവരിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്, കെയറിങ്. ആ ഒരു സ്നേഹം, കെയറിങ്, കമ്പാഷൻ, സപ്പോർട്ട്, അതും നിങ്ങൾക്കുള്ള വലിയ സൂചനയാണ്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നുള്ളതിൽ അവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കുറവുണ്ടാവില്ല. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ ചെറിഷ് ചെയ്യുന്ന, ഓക്കെ, നിങ്ങൾ അത്രയും നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ അത്രയും എന്താ പറയാ പ്രഷ്യസ് ആയി കാണുന്ന, അതിനെ മാനിക്കുന്ന, നിങ്ങൾക്ക് അർഹതപ്പെടുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നൽകാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തി. ഓക്കെ, അവർക്ക് ആ നിങ്ങളോടുള്ള സ്നേഹം അത് ആരുടെ മുന്നിലും എവിടെയും എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. നിങ്ങൾ അവരുടെ എന്താ പറയണ്ട പാർട്ട്ണർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് സ്പെഷ്യൽ ആണ് എന്നുള്ളത് ആരോടും പറയാൻ അവർക്ക് മടിയില്ല. അത് അംഗീകരിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല. മനസ്സിലായോ? അവർക്ക് ആ ഒരു സ്നേഹം, ഒരു റൊമാൻറ്റിക് എനർജി നിങ്ങൾക്ക് ഫസ്റ്റിലേ അവരിൽ നിന്നൊക്കെ കിട്ടും എന്നാണ് ഞാൻ കാണുന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ. കാരണം അവർക്ക് ആ ഒരു റൊമാൻറ്റിക് സൈഡ്, അവരുടെ റൊമാൻറ്റിക് സൈഡ് നിങ്ങൾ ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കൂടെ നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോകെ പോകെ അവരുടെ ആ ഒരു രീതി, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ എന്ന വ്യക്തിയെ അവരെങ്ങനെയാണോ കാണുന്നത്, എങ്ങനെയാണോ നിങ്ങളോട് ഇടപഴകുന്നത്, നിങ്ങളെ എങ്ങനെയാണോ അവരെ കൊണ്ട് നടക്കുന്നത്, അതിൽ തന്നെ അവരെ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ തന്നെ നിങ്ങൾക്കുള്ള സൂചനയാണ്. ഓക്കെ, clarify the Five of Swords. അവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതായത് ഈ റിലേഷൻഷിപ്പ്, അതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോടൊരു ഒരു പ്രണയം തോന്നുമ്പോൾ, ഓക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം നിങ്ങളോടൊരു ഒരു സ്നേഹവും ഒക്കെ തോന്നുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കാണുന്നു. അവർക്ക് എന്താ പറയാ, അഥവാ അവർക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അവരതിനെ വളരെ ഈസിലി ഓവർകം ചെയ്യും. കാരണം അവർക്ക് അവിടെ ഒരു സംശയം ഉണ്ടാകുന്നതായിട്ട് കാണില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, അവരത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അത് ശരിയാവോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഡൗട്ട്, നിങ്ങളുടെ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഓക്കെ, ആ ഒരു സ്ട്രെസ്, അത് അവർക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും പറ്റും. മനസ്സിലായോ? അവർക്കത് കൃത്യമായിട്ട് അവിടെ ആ ഒരു എന്താ പറയാ, നിങ്ങളൊട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കില്ല അവര്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങളൊട്ട് കൺഫ്യൂസ് ചെയ്യിക്കില്ല. അതായത് അവർക്ക് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ, അവര് ആ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ, അവർ അവൈലബിൾ ആണോ ഇല്ലയോ, ഇങ്ങനത്തെ ചിന്തകളൊന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല. അവർ കമ്മിറ്റഡ് ആകാൻ ആഗ്രഹിക്കുമ്പോൾ അവർ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് തുറന്നു പറയുന്നതാണ്. ഓക്കെ, അവർ ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല, നിങ്ങളിൽ അത് ഉണ്ടാകാനും അവർ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി അവർ കൃത്യമായി നൽകും. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഷുവറിറ്റി, ഓക്കെ, ആ ഒരു ഉറപ്പ്, അത് അവർക്ക് നൽകാനായിട്ട് സാധിക്കും. അവർ വളരെ സീരിയസ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രധാനപ്പെട്ടതാണ്, സീരിയസ് ആണ്. അവിടെ ഒരു കുട്ടിക്കളി അങ്ങനെ ഇല്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം വരുമ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും, ഇപ്പൊ നിങ്ങളുടെ ആ ഒരു പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മറികടക്കാൻ, ഇപ്പൊ അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതുപോലും ചെയ്യാനായിട്ട് അവർ തയ്യാറായിരിക്കും. മാത്രമല്ല, ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ മൊമെന്റിലായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ കഴിഞ്ഞുപോയ കാലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആൻസൈറ്റി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ആ പ്രസന്റ് മൊമെന്റിലായിരിക്കും. മാത്രമല്ല, നിങ്ങൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുകയും ചെയ്യും.
അങ്ങനെയാണ് അവരുടെ ഒരു എനർജി. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തരത്തിലൊരു ടെൻഷനില്ല, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അവരുടെ ആ ഒരു കൂടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. കാരണം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുന്ന അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി അവിടെ റിലാക്സ്ഡ് ആകുന്നത്. മാത്രമല്ല നിങ്ങളിലെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങളെ ഗ്രൗണ്ട് ചെയ്ത് നിർത്താൻ, ഓക്കെ, ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ ഈ വ്യക്തിക്ക് സാധിക്കും. അതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശരിയായ കഴിവുകളെ തിരിച്ചറിയിക്കാൻ, ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ അതിനെ തിരിച്ചറിയാതെ പോയിട്ടുള്ള നിങ്ങളുടെ സ്കിൽസ്, കേപ്പബിലിറ്റീസ്, ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നത്, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വ്യത്യസ്തമായ ഒരു അല്ലെങ്കിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് ഈ വ്യക്തിയാണ്. ഇവരുമായിട്ട് ഇടപഴകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ക്വാളിറ്റീസിനെ കുറിച്ച് അവെയർ ആകുന്നത്, നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകുന്നത്. അത് അവർ തന്നെയാണ് പലപ്പോഴുമായിട്ട് അവർ തന്നെയാണ് പറയുക, ഓക്കെ, നിങ്ങൾ വളരെ സ്കിൽഡ് ആണ്, നിനക്ക് നന്നായി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നന്നായി പാടാൻ കഴിയും, നല്ല രസമായിട്ടാണ് പാടുന്നത്, നീ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്പൊ അത് നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നല്ലതായിരിക്കും, അങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവര് അന്നാ ചെയ്തത്. അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ വെച്ച് അത് കണക്ട് ചെയ്ത് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത്, എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് ഇന്ന കാര്യം നന്നായി ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവര് ആ ഒരു അവിടെ തന്നെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതാണ് കാണുന്നത്. പിന്നെ 2 ഓഫ് കപ്സ്, അവര് നിങ്ങളെ പ്രണയിക്കുന്ന രീതി, ഓക്കെ, അതായത് നിങ്ങളായിരിക്കും അവരുടെ പ്രയോറിറ്റി. അവർക്ക് അത് ഒരു ഓപ്ഷൻ അല്ല, നിങ്ങൾ മാത്രമേ ആണ് ഉള്ളത്. ഓക്കെ, ഒരു പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളാണ് അവരുടെ പ്രയോറിറ്റി. എന്താ പറയാ, ഞാൻ കേൾക്കുന്നത് യു മീൻസ് ദ വേൾഡ് ടു ദം, അതാണ്. ഓക്കെ, നിങ്ങളാണ് അവർക്കെല്ലാം എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും, അത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളാണ് അവരുടെ കംപ്ലീറ്റ് വേൾഡ്. അത്രയും നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവരുമായിട്ടുള്ള ഇടപഴകലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നിങ്ങളോട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ലിറ്ററലി. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം നിങ്ങളിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളെ എന്താ പറയുക ചെറിഷ് ചെയ്യുന്ന ഒരു വ്യക്തി, അതാണ് നിങ്ങളുടെ പങ്കാളിയായിരിക്കുക. അപ്പൊ അവരുമായിട്ട് ആ കൂടിക്കാഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു സമയങ്ങൾ, ആദ്യ കൂടിക്കാഴ്ച ആയിക്കോട്ടെ, പിന്നെ അതിനുശേഷം ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് സൂചനകൾ. അപ്പൊ ഈ സൂചനകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അവരുമായിട്ടുള്ള ഒരു പ്രണയം, അത് തന്നെ ഏറ്റവും വലിയൊരു സൂചനയാണ്. കാരണം അത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രണയമാണ് അവർ നിങ്ങൾക്ക് നൽകുക. ആ ഒരു അവിടെ ഒരു തരത്തിലുള്ള കണ്ടീഷൻസ്, ഒരു തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അത് വളരെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള ഒരു പ്രണയമായിരിക്കും. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സൂചന. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ലിബ്ര പ്ലേസ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്പർ 15 കിട്ടിയിട്ടുണ്ട്.
Thursday. Cancer. Z. Twenty-third. N. Letter 3. ലെറ്റർ അല്ല, എനിക്ക് എപ്പോഴും നമ്പറിന്റെ കാര്യം പറയുമ്പോൾ ലെറ്റർ എന്നാ പറയുന്നത്. 11. M. Aries. Wednesday. Letter F. Sunday. P. I. Sagittarius. W. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് Z അല്ലെങ്കിൽ Z, M, P, I, N, F, W. ഓക്കെ, ഇത് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിം, അവരുടെ പേരിൽ ഉണ്ടാകാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ലിബ്ര, ക്യാൻസർ, ഏരീസ്, സാജിറ്റേറിയസ് പ്ലേസ്മെന്റ്സ് അവരുടെ സൺ, മൂൺ റൈസിംഗിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 15, 11, 23, 3 ആകാൻ സാധ്യതയുണ്ട്. പിന്നെ വീക്ക് ഡേയ്സ് തേഴ്സ്ഡേ, സൺഡേ, വെൻസ്ഡേ. ഇതിൽ ഏതെങ്കിലും വീക്ക് ഡേയിലായിരിക്കാം അവർ ജനിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ഒരു വിഷയത്തെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പും നൽകാൻ മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. ഓക്കെ, അവരുമായി ഇടപഴകുമ്പോൾ എന്തൊക്കെ സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുക, ആ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നതിനെ സംബന്ധിച്ച്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ജീവിത പങ്കാളിയെ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഓക്കെ, ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആ ഒരു പിന്നെ നിങ്ങൾക്ക് അധികം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഒരുപാട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ വ്യക്തിയുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതായത് അവിടെ ഒരു ഫ്ലോ ഉണ്ടാവും ആ കമ്മ്യൂണിക്കേഷനിൽ. കുറച്ച് നേരം സംസാരിക്കുന്നു, പിന്നെ ഒരു ഓക്വേർഡ് സൈലൻസ്, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നു, അങ്ങനെയൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് വർത്താനം പറയാനായിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അത് രണ്ടുപേർക്കും അടുക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും അത് ഒരുപാട് എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് നിങ്ങൾക്ക് ഒരുപാട് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന മൊമെന്റ്സ്. ഓക്കെ, നിങ്ങൾ മാത്രമായിട്ടുള്ള മൊമെന്റ്സ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ക്ലൂ. അതായത് ആ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണെന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരാളും കൂടെ ആണെങ്കിൽ അവർക്ക് ആ ഒരു അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വേറെ ഡിഫറെന്റ് വേർഷൻ ആണ്, നിങ്ങളുടെ ടോക്കറ്റീവ് വേർഷനിലാണ് ഉള്ളത്. ഓക്കെ, അത് തന്നെയാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം.
പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവരെടുക്കുന്ന ഒരു എഫേർട്ട്, നിങ്ങളും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരും ആയിക്കോട്ടെ, നിങ്ങൾ സാധാരണ റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അവരുടെ കാര്യത്തിൽ എടുക്കുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കും. വളരെയധികം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആകുക. ഓക്കെ, അത് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്കായിട്ടൊരു സമയം മാറ്റി വെക്കുക. അതിനായിട്ട് അവർ എത്ര എഫേർട്ട് എടുക്കാൻ, എത്ര അതിനുവേണ്ടി എന്താ പറയണ്ടേ, ഒരു വേർഡ് ഉണ്ട്, എനിക്കതിപ്പോൾ കിട്ടുന്നില്ല. അതിനനുസരിച്ച് ലൈഫിന് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താൻ അവർ ഒക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രയോറിറ്റിയും കൂടിയാണ്. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും അവർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ ആഗ്രഹിക്കുകയും അത് വെറുതെ അറിഞ്ഞിരിക്കുക മാത്രമല്ല അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നടത്തി തരാൻ അവർക്ക് പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരാളും കൂടിയായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് യാത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ആ വ്യക്തിക്കും ഒരുപാട് യാത്രകൾ ഇഷ്ടമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ആ ഒരു എനർജി, അതായത് ഒരേ ടൈപ്പ് ഓഫ് സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പൊ ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ആണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബക്കറ്റ് ലിസ്റ്റ്, എനിക്ക് ഇന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവര് ഇനീഷ്യേറ്റ് എടുക്കുകയാണ് ചെയ്യുക ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ കാണിക്കുന്നതിന്, അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി എന്തോരം എഫേർട്ട് എടുക്കാനും, ഇപ്പൊ എന്തെങ്കിലും ബുക്ക് ചെയ്യേണ്ടതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തി ബുക്ക് ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടായിരിക്കും ഇങ്ങനെ യാത്രയുടെ കാര്യങ്ങളൊക്കെ അവർ അറിയിക്കാൻ, നമുക്ക് ഇന്ന ട്രിപ്പ് പോകണം, ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഇഷ്ടങ്ങളെ അത് സ്വന്തം ഇഷ്ടം പോലെ കണക്കാക്കിയിട്ട് അത് നടത്തി തരാനുള്ള എഫേർട്ട് എടുക്കുകയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി. അപ്പൊ അവരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുമ്പോൾ ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾ വിവാഹം എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുൻപത്തെ കാര്യം പറയണേ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി, അത് ഒരു യാത്രകൾ തന്നെയല്ല, കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളാണെങ്കിൽ അതിനെ മനസ്സിലാക്കി അതിനെ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരാള്, നിങ്ങൾക്ക് ഇന്നതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇന്നത് ഇഷ്ടമല്ല, അതൊക്കെ കൃത്യമായിട്ട് ഓർക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ളതിനേക്കാളും അവർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ. ഓക്കെ, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഓർത്തു വെച്ച് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുന്ന അങ്ങനത്തെ ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി. ആ ഒരു അത്രയും എഫേർട്ട് അവരെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഇത്ര എഫേർട്ട് എടുക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാനവരൊക്കെയാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചനയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നതിനെ സംബന്ധിച്ച്. Clarify the Fool. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫ്രഷ്നെസ് വരുന്നത് വരുന്നതോട് കൂടിയാണ്. ഇവരെ കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ കാര്യമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇൻ ജനറൽ ഓക്കെ, നിങ്ങൾക്ക് വളരെ ഒരു ഫ്രഷ് എനർജി ഫീൽ ചെയ്യാം. പിന്നെ എപ്പോഴും നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ, നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണ്. അത് അവരുടെ പ്രസൻസിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ പോലും ആ ലൈഫിനെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് ആ ഒരു എന്തൊക്കെ കാര്യങ്ങളോടാണോ നിങ്ങൾ ഗുഡ് ബൈ പറയേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ, ഇപ്പോഴുള്ള നല്ല നല്ല മൊമെന്റ്സ്, നല്ല നല്ല എനർജീസ്, ബ്ലെസ്സിങ്സ് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഈ വ്യക്തി മൂലമാണ്. അവരാണ് ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും, ഏതെങ്കിലും ഒരു പാസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളും അവരായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവര് അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യിക്കുക, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതോടൊപ്പം ജീവിതത്തിനെ കൂടുതൽ ഒരു വളരെ സുന്ദരമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാനും അങ്ങനെ ജീവിതത്തിനെ ആസ്വദിക്കാനും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വ്യക്തിയാണെന്ന് കാണുന്നു. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത സൂചന. നിങ്ങളും ഡെഫിനറ്റ്ലി പറയും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നു ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം. ഓക്കെ, നല്ല മാറ്റങ്ങളായിരിക്കും. നിങ്ങൾ മാത്രമല്ല ചുറ്റുമുള്ളവരും അത് പറയും നിങ്ങളെ പറ്റി.
പിന്നെ ഇവര് എന്താ പറയാ, ആ ഒരു നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ, ഓക്കെ, നിങ്ങളുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാൻ, നിങ്ങളെന്ന വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സമയം അതിനായി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുന്ന അവസരത്തില് ആ ഒരു എന്താ പറയാ, ആ ഒരു വ്യക്തിനെ അവരുടെ ഒരു രീതി, അവരെ കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ അവർ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങള്, നിങ്ങളുടെ ഹോബീസ്, ഓക്കെ, നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അങ്ങനെ നിങ്ങളെന്ന വ്യക്തിയെ എത്രത്തോളം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ അതിനാണ് അവരെപ്പോഴും സമയം കണ്ടെത്തുക. അതിനായിട്ട് അവര് ഡെഫിനറ്റ്ലി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്താ, ചിലപ്പോൾ നിങ്ങൾ വളരെ മൈന്യൂട്ട് ആയിട്ട്, നിങ്ങൾക്ക് ഇത്രയും അറ്റൻഷൻ വേറെ ആരിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അവര് നൽകുന്ന ഒരു അറ്റൻഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അവർ വളരെയധികം നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ അത് അത്ര കംഫർട്ടബിൾ ആവില്ല. കാരണം നിങ്ങളെ അങ്ങനെ ഇത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാന്നല്ല, നിങ്ങളുടെ ഓരോ മൊമെന്റ്സും വാച്ച് ചെയ്യുന്ന, നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങൾ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തിരിച്ചറിയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. അവർ വളരെ ഒബ്സർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ ആദ്യമൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് അത് ശീലമില്ല. പക്ഷെ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കണം എന്ന് വെച്ചിട്ടല്ല, അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരാളാണ് സിൻസിയർലി. അപ്പൊ അതിനായിട്ട് അവര് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു ഉത്സാഹം, അവരുടെ ആ ഒരു എഫേർട്ട്, അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത സൂചനയാണ്. അത് കൂടാതെ നിങ്ങൾ 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 എന്ന വ്യക്തിയില് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഓക്കെ, അതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇൻസെക്യൂരിറ്റീസ് എല്ലാം മാറ്റി നിങ്ങളെ നിങ്ങളുടെ കോൺഫിഡന്റ് വേർഷനിലേക്ക് എത്തിക്കുന്നത് ഇവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു, ഇപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇന്നൊരു പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ വേണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ ഒരു ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരാനായിട്ട് ഇവർക്ക് പറ്റും. ഇവര് ഇങ്ങനെ എന്താ പറയാ, നിങ്ങളുടെ ഫീച്ചേഴ്സ്, നിങ്ങളുടെ നല്ല ഫീച്ചേഴ്സ്, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നിങ്ങൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് കൃത്യം പറഞ്ഞു തരുന്ന ഒരാളായിരിക്കും അവരിലൂടെ നിങ്ങൾ അറിയാം, ഓക്കെ, എന്റെ ഇങ്ങനെ കണ്ണ് കാണാൻ ഇത്ര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എന്റെ ചിരി കാണാൻ ഇത്ര ഭംഗിയുണ്ട്, എന്റെ നടത്തത്തിന് ഇങ്ങനെ ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയുന്നത് അവരിലൂടെ ആയിരിക്കും. ഓക്കെ, അവര് വളരെ അട്രാക്റ്റഡ് ആയിരിക്കും നിങ്ങളിൽ കേട്ടോ. അത് അവരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. പക്ഷേ ബിഗിനിങ് തൊട്ട് തന്നെ അവർക്ക് നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും, നിങ്ങൾ എന്ന വ്യക്തിയിൽ. ഓക്കെ, ഇൻസൈഡ് ഔട്ട്. പിന്നെ അവരെപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നത് അവർക്ക് താല്പര്യപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കും. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടുക, നിങ്ങൾ അതിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരിക, നിങ്ങൾക്ക് തന്നെ സപ്പോർട്ടൊന്നും ആരും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നൊരു സമയം ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇവര് എപ്പോഴും എന്താ പറയാ, നിങ്ങളൊരു കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഫേസസ് ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. നിങ്ങൾക്ക് അതിൽ കഴിവില്ല എന്ന് വെച്ചിട്ടൊന്നുമല്ല, അവർക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കെല്ലാം അത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ ചെയ്യരുതെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ അവരുണ്ടായിരിക്കണം. ആ ചാലഞ്ച് നിങ്ങളുടെ കൂടെ അവർക്ക് ഫേസ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കാമോ അങ്ങനെയൊക്കെ അവർക്ക് സഹായിക്കാനും പറ്റണം. നിങ്ങൾ അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്നത്, നിങ്ങൾ ഒരു ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അത് നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങൾ ഫ്രജൈൽ ആണ്, നിങ്ങളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല, നിങ്ങൾ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരാളാണ്, അത്രയും ശക്തിയില്ലാത്തൊരു വ്യക്തിയാണ്, മനസ്സിന് കട്ടിയില്ലാത്തൊരു വ്യക്തിയാണ്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഓക്കെ,
നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്, വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, മനസ്സിന് വളരെയധികം ശക്തിയുള്ള ഒരാളാണ്, ഇതൊക്കെ അവർക്കറിയാം. പക്ഷെ നിങ്ങൾ അതിലൂടെ കടന്നു പോകണ്ട. ഓക്കെ, നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണെങ്കിലും ഒരു ചാലഞ്ചിലൂടെ കടന്നു പോകുന്നത് വളരെ ഹാപ്പി ആയിരിക്കില്ലല്ലോ, നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഇത്തിരി വിഷമം പിടിച്ച സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഇവർക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ പരമാവധി അത് ഒഴിവാക്കാനാണ്, നിങ്ങളെ അത് തട്ടാതെ എങ്ങനെ നിങ്ങളിൽ നിന്ന് അത് മാറ്റാം. ഓക്കെ, അതൊക്കെയാണ് അവരെപ്പോഴും നോക്കുന്ന ഒരു കാര്യം. നിങ്ങളെക്കാൾ ഒബ്സർവിങ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച്. അപ്പൊ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അവർക്ക് കാണാൻ സാധിച്ചാൽ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ്, നിങ്ങൾ അത് ഫേസ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനായിട്ട് അവരെ നിങ്ങളെ സഹായിക്കും. അങ്ങനെ അപ്പൊ അത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ശ്രദ്ധിക്കും ഡെഫിനറ്റ്ലി. ഓക്കെ, ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവും, ഒരു ബോണ്ടിങ്. അതാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട്, അത് സ്റ്റാർട്ടിങ് മുതൽ ആ ബോണ്ടിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു എന്താ പറയാ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫീൽ ചെയ്യുക ഈ വ്യക്തിയിലാണ്. അതും വളരെ ഫസ്റ്റ് ബിഗിനിങ്ങിലെ തന്നെ, ആ ഒരു ഫസ്റ്റ് ഇന്ററാക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ. ഓക്കെ, മാത്രമല്ല അവരുടെ കൂടെ അല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര ലൈഫ് എത്ര പെർഫെക്റ്റ് ആണെങ്കിലും, എത്ര നന്നായി പോകുന്നുണ്ടെങ്കിലും എന്താ പറയാ, എന്തൊരു കുറവുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വരും. അതെന്താ വെച്ചാൽ അവരാണ് നിങ്ങളുടെ ആ ഒരു മിസ്സിങ് പസിൽ പീസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് അത് എനർജറ്റിക്കലി നിങ്ങൾക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അതേസമയം ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ജോലി സംബന്ധമായിട്ടോ ഒക്കെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ആ വ്യക്തിയെ മിസ് ചെയ്യുന്നത് വളരെ ഇന്റൻസ് ആയിട്ടായിരിക്കും. അവർക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യും. കാരണം അതെന്താ വെച്ചാൽ നിങ്ങൾ ലിറ്ററലി ഒരുമിച്ച് ഉണ്ടാകേണ്ട ആളുകളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു നിങ്ങൾക്ക് കംപ്ലീഷൻ ഫീൽ ചെയ്യുക രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു എന്താ പറയാ മിസ്സിങ് വളരെയധികം സ്ട്രോങ് ആവുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ പറയാതെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവര് നിങ്ങൾ ചിലപ്പോൾ സൈലന്റ്ലി നിങ്ങൾ ഏതെങ്കിലും ചലഞ്ചിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് സിറ്റുവേഷനിലൊക്കെ കടന്നു വരാനായിട്ട് ശ്രമിക്കുക, അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല അവർക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകണമെന്ന്. അവർക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ അതവര് ഒരിക്കലും അതിങ്ങനെ വേറൊരാളോട് ഡിസ്കസ് ചെയ്യാനില്ല. അത് അവരെപ്പോഴും മനസ്സിലാണ് സൂക്ഷിക്കുക. അവരതങ്ങനെ വളരെ ട്രസ്റ്റ്, നിങ്ങൾക്ക് അത്രയും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരാള്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഏതൊരു വൾണറബിലിറ്റിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള്. അത് നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് ആയിട്ട് അത് കാണാതെ, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവർക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് എന്താണോ തരുന്ന ഒരു വ്യക്തിയാണ് ഇയാള്, നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ നിസ്സാരവത്കരിക്കില്ല. ഓ, അതൊന്നും അത്ര ശ്രദ്ധിക്കുന്നു വേണ്ട, അതൊന്നും എന്തിനാ ഇപ്പോൾ ഓർത്തോണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയതല്ലേ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ വിട്ടുകള, അങ്ങനത്തെ ഒരു ടോക്ക് ഇല്ല അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, നിങ്ങൾക്കത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളത് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങളത് ലിറ്ററലി ഇങ്ങനെ പറയണ്ട. എനിക്കിത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇതിന്ന് പോരാന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങളിൽ നിന്ന് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിന് എങ്ങനെയൊക്കെ പുറത്ത് കടക്കാമോ അതിന് വേണ്ടുന്ന സഹായങ്ങൾ അവർ ചെയ്യും. നിങ്ങളെ മാക്സിമം എൻകറേജ് ചെയ്യും അതിന് പുറത്ത് കടക്കാനായിട്ട്. ഓക്കെ, ശരിയായ രീതിയിൽ, ഹെൽത്തി ആയ രീതിയിൽ, അല്ലാതെ അതിനെ സപ്രസ് ചെയ്തുകൊണ്ടോ അവോയ്ഡ് ചെയ്തുകൊണ്ടോ അല്ല, ശരിയായ രീതിയിൽ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളെ ആ വ്യക്തി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രല്ല
വളരെ ട്രസ്റ്റ് വർത്തി, നിങ്ങൾക്ക് അത്രയും വിശ്വസിക്കാം. കണ്ണടച്ച് അവരുടെ എന്ത് കാര്യങ്ങളും പറയാം. കാരണം അവര് എന്താ പറയണ്ടേ, അതവര് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത ഒരാളാണ്. എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം. അവരതൊരാളോടും വേറെ ഷെയർ ചെയ്യാനോ അതൊരു ഗോസിപ്പിന് യൂസ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ പിന്നെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ. ഒരു തരത്തിലുള്ള റേസിംഗ് തോട്ട്സ്, ഇങ്ങനെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ, ശരിയാ നമ്മൾ അവരെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ അപ്പോൾ ആയിരിക്കണം എന്നില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ടെൻഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്നുള്ള പോലെ നിങ്ങൾ വളരെ കാം ആയിരിക്കും, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അവർ ഇങ്ങനെ അലേർട്ടിൽ ആയിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു എഡ്ജിൽ നിൽക്കുന്ന ഫീൽ ഒന്നുമില്ല. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്, വളരെ റിലാക്സ് ചെയ്ത്. ചിലപ്പോൾ ഇവരുടെ പ്രസൻസിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നതായിട്ട് തോന്നാം. ഓക്കെ, നിങ്ങൾ വളരെയധികം പെട്ടെന്ന് ഉറക്കം വരിക അവരുടെ കൂടെ ആയിരിക്കും. ജസ്റ്റ് ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും പെട്ടെന്ന്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് ആ ഒരു സേഫ്റ്റി എനർജി അവരിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ സേഫ് ആണ് അവരുടെ കൂടെ എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ഉറക്കം വരുന്നത്. നമ്മൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫെൻസ്ലെസ് ആയിട്ട് കിടക്കുന്ന സമയമാണ് അല്ലേ. നമ്മൾ ആ സമയത്ത് എന്ത് നമുക്ക് സംഭവിച്ചാലും നമുക്ക് പെട്ടെന്ന് തടയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഉറങ്ങി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു ഉറക്കം വരുന്നത് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് അത് ശരിക്കും നിങ്ങൾ അത് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അത് ബോറടിച്ചിട്ടൊന്നുമല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സേഫ്റ്റി. ഓക്കെ, നിങ്ങൾ അത്രയും റിലാക്സ്ഡ് ആവുന്നു അവിടെ. നിങ്ങൾ അവിടെ അലേർട്ട് ആയിരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ സെക്യൂർ ആണെന്നുള്ളത്. ആ ഒരു സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് ഉള്ളത് കൊണ്ടാണ് ആ ഉറക്കം വരുന്നത്. അത് നിങ്ങൾക്കൊരു ക്ലൂ ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഇടയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ആ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ത്രൂ ആണ് പോകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഈ വ്യക്തിയുടെ കൂടെ. ഓക്കെ, ആ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് അത് നിങ്ങൾ എന്താ പറയാ, ഒരു ഇഷ്ടം തോന്നിയാലും ആ ഇഷ്ടം പറഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു കോട്ടം തട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിൽക്കും. അതിന്റെ ഇന്റൻസിറ്റി കൂടാം. ഓക്കെ, അപ്പൊ നിങ്ങളവിടെ എന്താ പറയാ, പിന്നെ ഫ്രണ്ട്സ് ആവും. ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ ഇപ്പൊ എന്താ പറയാ, ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുറത്തു പോകുമ്പോ അത്യാവശ്യം നിങ്ങൾ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളൊരു എന്താ പറയണ്ടേ, സ്ട്രെയിറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു നല്ല ഹാൻസം ആയിട്ടുള്ളൊരു ബോയിനെ അല്ലെങ്കിൽ ഒരു മാനിനെ കാണുന്നു. നിങ്ങൾ ഓക്കെ വളരെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തി അതെ കൊള്ളാലോ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വളരെ കമ്പനി ആയിട്ടിരിക്കുക. പക്ഷെ റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ അങ്ങനെ നോക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, പൊസസീവ്നെസ് അല്ല, അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും ഇതേ എനർജി ആയിരിക്കും. ഓക്കെ, കൊള്ളാട്ടോ അടിപൊളിയുണ്ട്, പക്ഷെ എന്റെ അത്ര ഉണ്ടാവില്ല അല്ലേ എന്നൊക്കെ തന്നെ വളരെ തമാശക്ക്. അവിടെ അത് പിന്നെ എടുത്ത് പ്രശ്നങ്ങളാക്കാനൊന്നുമില്ല. അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ. പിന്നെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വൾണറബിൾ ആയിട്ട് എല്ലാ കാര്യവും തുറന്നു പറയാനും ഈ പറഞ്ഞ പോലെ അത് പറയുന്ന സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് ബിഹേവ് ചെയ്യാനും അതിന് വേണ്ടുന്ന സജഷൻസ് തരാം, അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വലിയൊരു ഹൈലൈറ്റ് ആണ്. അതും നിങ്ങൾ ചിലപ്പോ അങ്ങനത്തെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആരിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ അത് നോട്ട് ചെയ്യും, അവരുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനർജി. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന. അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വ്യക്തിയാണ്, നിങ്ങൾ ഈ ജന്മം കാത്തിരുന്നിട്ടുള്ള ആളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്യാപ്സ്യൂൾ ക്ലൂസ്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ഓക്കെ, 21 March, 12 Pisces,
June, Q, February, September, W, Aquarius, July, seven, 19, 5, 13, Virgo, Friday, ട്വൻറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 21st, 12, 7, 19, 5th, 13th, 20th ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അവർ ജനിച്ച മാസം, ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്നത് മാർച്ച്, ജൂൺ, ഫെബ്രുവരി, സെപ്റ്റംബർ, ജൂലൈ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ജനിച്ച ആഴ്ച വെള്ളിയാഴ്ച ആയിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് QW ആണ്. ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് അവരുടെ പേരിലുണ്ടാവും, അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് പൈസീസ്, അക്വേറിയസ്, വിർഗോ. ഓക്കെ, ഇതിലെ ഈ പറയുന്നത് അവരുടെ സൺ, മൂൺ, റൈസിങ് സോഡിയാക് സൈൻസ് ആകാനും സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പ് നൽകാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച നടന്ന് പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുക? നിങ്ങൾക്ക് അവരെ കണ്ടുമുട്ടി അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യും. ഓക്കെ, അത് അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സെൽഫ് ലവ്, സെൽഫ് പ്രയോറിറ്റൈസേഷൻ, ഈ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ തിരിയുന്നതായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, അതുവരെ നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ആ ഒരു പാസ്റ്റിൽ ഉടക്കി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം വളരെ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ ഇല്ലാതാകുന്നു. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ തന്നെ കമ്പനിയിൽ പക്ഷെ നിങ്ങളുടെ ലൈഫ് ഏറ്റവും സുന്ദരമായിട്ട് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അവരിലൂടെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ട്
നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു സംഭവങ്ങളിൽ ക്ലാരിറ്റി തന്ന് ഓരോ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങൾ അപ്പോൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ബേർഡൻസിനെ റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അപ്പൊ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ്, നിങ്ങളുടെ മുന്നിൽ ആ ക്ലാരിറ്റി ഇല്ലായ്മ എന്താണോ അത് അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, നിങ്ങൾ എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനിലും ലഭിക്കുകയാണ്. അത് ലഭിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ ഒരു ബേർഡൻ ഇല്ലാണ്ടാവുന്നു. ഓക്കെ, അതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തായി സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാരമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഭാരമല്ലാതാകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആവും അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ. അത് അവർ സാമ്പത്തികമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെയല്ല, ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജി കിട്ടുന്നു, നിങ്ങൾ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ അവർ നിങ്ങളെക്കാൾ മുതിർന്ന വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരെ ശരിക്കും നിങ്ങളെ ഒരു ഗൈഡിങ് ലൈറ്റ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗൈഡിങ് ലൈറ്റ് ആണ് ഈ വ്യക്തി. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട്, ഒരു കെയർ ഒക്കെ നൽകി നിങ്ങളുടെ സിറ്റുവേഷൻ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഈ പറഞ്ഞ പോലെ ഈസി ആകുകയാണ്. നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷൻ, എന്ത് പ്രോബ്ലത്തിനും നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്ന ഒരാള്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ അർഹിക്കുന്ന റെസ്പെക്റ്റും കാര്യങ്ങളും തരുന്ന ഒരു വ്യക്തി, നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാള്, അങ്ങനെ കാണുന്ന ഒരാള്, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, നിങ്ങൾ വർക്ക് സ്പേസിലായിരിക്കും കേട്ടോ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് കാണുന്നു. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ജോലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നും അങ്ങനെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ, ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അതായത് നിങ്ങൾ വളരെ ഒരു പോയിന്റിൽ നിങ്ങൾ ചിന്തിക്കും, ഈശ്വരൻ ഞാൻ ഈ ജോലി തുടങ്ങിയപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എന്റെ പാർട്ട്ണറിനെ ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അതാണ് നിങ്ങളുടെ ഉള്ളിലത്തെ തോട്ടായിരിക്കുക. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഉണ്ടാവുക. പിന്നെ പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് നിങ്ങളുടെ 3 of Pentacles കിട്ടിയാണ്. ആ ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അധികം അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല. ആ ഒരു ബാലൻസിങ് ഉണ്ട് അവിടെ. ഓക്കെ, എന്താ പറയണ്ടേ, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിന് ഇപ്പൊ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കൂ. പക്ഷെ നിങ്ങൾക്ക് അധികം യാത്രകളോട് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. ഇപ്പൊ ഡിഫറൻസസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ അവിടെ ഒരു ബാലൻസിങ് എനർജി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വീട്ടിൽ ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ യാത്രകളും ചെയ്യുന്നു. അവിടെ ഒരു ബാലൻസ് ലൈഫിലേക്ക് വരികയാണ്. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്നതായിരിക്കും. അത് പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ്. അതെല്ലാവർക്കും നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എന്താ പറയാ, നിങ്ങളൊരു പാർട്ട്ണർ ഒരു ഫാമിലി ആകുന്നത് വരെ എപ്പോഴും ആ ഫാമിലി ആയതിനു ശേഷം എല്ലാവരും പറയും അവരൊരുമിച്ച് അവരുടെ ബോണ്ടിങ് അതൊരു വേറെ ലെവലാണ് എന്നുള്ളത് എല്ലാവരും പറയും. എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. കാരണം അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ ആ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇല്ല. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ആളുടെ മൂവ് എന്താണ്, അടുത്ത ആൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും, പരസ്പരം പറ്റും. ഓക്കെ, ഒരു ടെലിപ്പതി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി എനിക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ്. ഓക്കെ, ഒരു ന്യൂ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണ് കാണുന്നത്.
അതായത് ഒരു അട്രാക്ഷൻ, ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഉണ്ട് അവിടെ. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ വ്യക്തി വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അത് ചിലപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലെ, നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട് എന്ന് വിചാരിക്കൂ. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഫോർ എക്സാമ്പിൾ നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഒരു മസിൽ ബോഡി ആയിരിക്കണം എന്നൊക്കെ, ഒരു എന്താ പറയാ, ഒരു പുരുഷനെയാണ് നിങ്ങൾ ഇതാക്കുന്നതെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോ സ്ത്രീ ആണെങ്കിൽ നിറയെ മുടി വേണം, എന്താ പറയണ്ടേ, നല്ല ശാലീന സുന്ദരി ആയിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലും ഈ വ്യക്തി വരുമ്പോ അത് അതുപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, പക്ഷേ അവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ആ വ്യക്തി എങ്ങനെയാണോ അവിടെ നിങ്ങൾ ഫുള്ളി അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ പക്ഷെ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ, ഇത് ആൾക്ക് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, പക്ഷെ എനിക്ക് ആ വ്യക്തി വളരെ അട്രാക്റ്റീവ് ആണല്ലോ എന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണത്. നിങ്ങൾക്ക് ഈ ജന്മത്തില് നിങ്ങൾ അലൈൻഡ് ആയിട്ടുള്ള ഹയസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി ആണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ്. ഓക്കെ, അപ്പോ അവിടെ നമുക്കെല്ലാം കണക്റ്റഡ് ആയിട്ട് തോന്നും. നമ്മുടെ എന്താ പറയാ, അവിടെ നമ്മൾ അതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ പോലും ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഓക്കെ ആൻഡ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. അതാണ് നിങ്ങൾക്ക് ആയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഈ വ്യക്തി തോന്നും. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ്, എന്ത് രസാലേ കാണാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്, പക്ഷെ നിന്റെ ടൈപ്പേ അല്ലല്ലോ എന്ന് അവര് ചിലപ്പോൾ പറയും. നിന്റെ ടൈപ്പേ അല്ലല്ലോ, നീ ഇങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലല്ലോ നിനക്ക് താല്പര്യം ഉണ്ടായിരുന്നത്, നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അപ്പോഴും പറയാ അതെനിക്കറിയില്ലേ, പക്ഷെ എനിക്ക് ഈ വ്യക്തി ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ എന്ന് നിങ്ങളിങ്ങനെ പറയും. ഓക്കെ, അത് ഒരു സൂചനയാണ് നിങ്ങൾക്ക്, അത് നിങ്ങളുടെ വ്യക്തിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അത് മ്യൂച്വൽ ആണ് കേട്ടോ, അത് നിങ്ങൾക്ക് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും. ഈ ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനാണെങ്കിൽ പോലും അവർക്കൊരു എക്സ്പെക്ടേഷൻ, അവരുടെ ടൈപ്പിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നിങ്ങളായിരിക്കുക. ഓക്കെ, അപ്പൊ അവരും പക്ഷെ അതേസമയം നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. നിങ്ങളിൽ അവർ കാണുന്നൊരു സൗന്ദര്യമുണ്ട്, അതെപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അത് അവരുടെ ഫ്രണ്ട്സിന് ഇതുപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യും, കാരണം അവരുടെ ടൈപ്പേ അല്ല, എന്നിട്ട് പോലും അവിടെ ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം അവര് നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഷിഫ്റ്റ് ആവുന്നത് ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് ശേഷമാണ്. നിങ്ങൾക്ക് തന്നെ ആ മാറ്റം കാണാൻ പറ്റും. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ചിലപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്ക് അത്രയും നാളൊരു മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോട് കൂടെ കോൺഫിഡൻ്റ്ലി നിങ്ങൾ അത് ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ, നിങ്ങൾ വൺ ഫൈൻ ഡേ ഓക്കെ മുടി ഒന്ന് മുറിച്ച് കളയാം, ചിലപ്പോൾ ഒരുപാട് മുടിയുള്ള ഒരാളായിരിക്കും, മുടി ഒന്ന് വെട്ടിക്കളയാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ മുടി അധികം ഇല്ലാത്ത ഒരാളായിരിക്കും, നിങ്ങൾ മുടി വളർത്തി കളയാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ മാറ്റം വരുത്തുന്നു, പക്ഷെ ആ മാറ്റത്തെ കൊണ്ട് നിങ്ങൾക്കൊരു ഹ്യൂജ് ഗ്ലോ അപ്പ് ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നു. നിങ്ങളുടെ ലുക്ക്, നിങ്ങളെ തന്നെ കാണുന്ന രീതി, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇമോഷണലി വളരെയധികം ഫുൾഫിൽഡ് ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരിക്കൽ പോലും അയ്യോ അത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ വളരെ ഓരോ കോൺവെർസേഷനും ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ കോൺവെർസേഷൻ, ഇന്ററാക്ഷൻ, നിങ്ങൾക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതിനെ ബന്ധപ്പെട്ട് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഒരു പാസ്റ്റിൽ നിന്ന് പെർട്ടിക്കുലർ എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ പറഞ്ഞല്ലോ, ആ നിങ്ങൾ നാച്ചുറലി മൂവ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഒരു അവേക്കണിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇവർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഒരു സത്യം നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു സത്യം, കാരണം ആ സത്യത്തിലൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു നിങ്ങളുടെ ലൈഫിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് ആ കിട്ടുന്ന ആ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. ആ ട്രൂത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഈ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഇവർ വന്നതിന് ശേഷം ഇവരുടെ പ്രസൻസിലാണ് നിങ്ങൾക്ക് ആ ഒരു സത്യം നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെ. ഓക്കെ, ഇപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് വഴി അങ്ങനെ
എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുന്നു, ആ കണക്ഷൻ എത്തി നിൽക്കുന്നത് ഈ പെർട്ടിക്കുലർ പാസ്റ്റിലായിരിക്കാം നിങ്ങളുടെ. അപ്പൊ അവരിൽ അങ്ങനെ ആ ക്ലാരിറ്റി, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, അവിടെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ആ ഒരു ആൻസർ, ആ ഒരു ട്രൂത്ത്, അതൊക്കെ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവര് അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ട്രൂത്ത് അതറിയാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ ആ സത്യം എന്താണ്, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി എന്താണെന്ന് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരായിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അങ്ങനെ അവരെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിന്യൂവൽ എനർജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം നിങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അനുഭവിക്കുകയാണ്. അതാണ് കാണുന്നത്. അത് അപ്പൊ ഇവിടെ ഈ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡെത്ത് റീബർത്ത് സിറ്റുവേഷൻ, അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്. ഓക്കെ, അവർക്ക് ഒരു ഹ്യൂജ് റോളാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നിങ്ങളുടെ ആ മോസ്റ്റ് കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് നിങ്ങളെ മാറ്റുന്നത് അവരായിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നത് ഇൻസൈഡ് ഔട്ട് ആണെന്ന് കാണുന്നു. നിങ്ങളുടെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള, അത് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ മാത്രമല്ല, നിങ്ങൾ എന്ന വ്യക്തിയിൽ, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ, അപ്പൊ നിങ്ങളിത് ഒരു പോയിന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റമാണ്, പക്ഷെ ആ മാറ്റം കൊണ്ടുവരുന്നത് ഇവരാണ്. ഓക്കെ, ആ ഒരു മാറ്റത്തിനെ നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുന്നത് ഈ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നത് ഈ വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് അല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ട് ഉണ്ടാവുന്ന മാറ്റമല്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ച, നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഫിസിക്കൽ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വ്യക്തി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എൻജോയ് ചെയ്യും. ആ ഒരു ഗ്ലോ അപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യും, കാരണം നിങ്ങൾ ആഗ്രഹിച്ചതാണ്. ഈ ഒരു ടൈപ്പായിട്ട് നിങ്ങൾ മാറണം, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നിങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ ആഗ്രഹിച്ചതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാസ്റ്റ്, ആ ഒരു പാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയണ്ടേ, കുറെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളെ സംബന്ധിച്ച്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മൊത്തം ജീവിതത്തിനെ സംബന്ധിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് പാസ്റ്റ് അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ഇവര് നിങ്ങൾക്ക് ഒരു ഹീലിംഗ് എനർജി കൂടെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവരിലൂടെ നിങ്ങൾക്ക് കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ഹയസ്റ്റ് പോസിബിൾ വേർഷനിലേക്ക് നിങ്ങൾ എത്തുന്നത് ഇവരിലൂടെയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിലൂടെയാണ്. ഓക്കെ, അവരെ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അവർക്ക് ആ ഒരു എനർജി ഉണ്ട് അവിടെ, അതായത് അവർക്ക് അത് അവരുടെ പർപ്പസ് ആണ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ലൈഫ് പർപ്പസ് ആണ്. അത് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു ഗ്ലോ അപ്പ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫിസിക്കൽ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഈ വ്യക്തിയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സൂചനകൾ. ഓക്കെ, ഇതാണ് എൻ്റെ ആള് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ സന്ദർഭങ്ങളും, നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യും. ഇവര് വന്നതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്, ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്, അവരെന്നെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരെയാണ് എനിക്ക് ഈ ഒരു സത്യം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യും. അതങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു കാര്യമില്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന ക്ലൂസ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത്. യൂണിവേഴ്സ് പറയണത് ശ്രദ്ധിച്ചോ, ഇതാണ് കണ്ടോ, ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, അതിന്റെ ക്ലൂ ആണിത് എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സ് ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് കൊണ്ടുവരുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അവർക്ക് വലിയൊരു പർപ്പസ് ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത്.
നമുക്കിനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 28th കിട്ടിയിട്ടുണ്ട്. വിന്റർ, H, th, September, September 4th, January, Leo 3rd, Capricorn, (19th), Sagittarius, G. Summer, K. December, Thursday. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 28, 30, 29, 4, 3, 19 ഇതിലേതെങ്കിലും ഒന്ന് വേണേലാകാം. പിന്നെ വിന്റർ സീസൺ, സമ്മർ സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ നവംബർ, ഡിസംബർ, ഒക്ടോബർ ലാസ്റ്റ് തുടങ്ങാം. മെയിൻലി നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, സമ്മർ എന്ന് പറയുമ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് സമ്മർ. അപ്പോൾ ഈ പറയുന്ന ടൈം പീരീഡ്, ഓക്കെ, ഈ പറയുന്ന മാസങ്ങൾ, അതിലിപ്പോൾ നമ്മുടെ ഡിസംബർ വന്നിട്ടുണ്ട്, ജാനുവരി വന്നിട്ടുണ്ട്, ഇനി സെപ്റ്റംബർ. ഈ പറയുന്ന ഏതെങ്കിലും മാസമായിരിക്കും അവർ ജനിച്ച മാസം. അല്ലെങ്കിൽ വിന്റർ സീസൺ അല്ലെങ്കിൽ സമ്മർ സീസൺ അവരുടെ ഫേവറേറ്റ് സീസൺ ആയിരിക്കാം. ഓക്കെ, പിന്നെ സോഡിയാക് സയൻസ് എന്ന് പറഞ്ഞാൽ ലിയോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 3 സയൻസ് അവരുടെ സൺ, മൂൺ, റൈസിങ് ആകാൻ സാധ്യതയുണ്ട്. ആൽഫബറ്റ്സ് കിട്ടിയിട്ടുള്ളത് H, G, K. ഇത് അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവർ ജനിച്ച ആഴ്ച വ്യാഴാഴ്ചയാകാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് അർഹിക്കുന്ന ഹൈപ്പും നൽകാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.